Hello guys, welcome back to my YouTube channel. അപ്പം ഞാൻ എന്തെങ്കിലും കിടന്ന് വീഡിയോ ചെയ്യുന്നത് നല്ലത് ഒരു കണ്ടന്റുള്ള വകുപ്പ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ കയ്യിലൊരു സിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ സിസ്റ്റ് എടുത്ത് സർജറി റിമൂവ് ചെയ്ത് കളഞ്ഞു. ഫാനിൻ്റെ സ്പീഡ് കൊണ്ട് ഞാൻ പറയുന്നത് ഈ കൈ വേദനയുണ്ട്. അപ്പോൾ സിസ്റ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പം 2 വീക്സ് എനിക്ക് റെസ്റ്റ് പറഞ്ഞതാണ്. ഓഫീസിലൊന്നും പോകാൻ കഴിയില്ല, വീട്ടിൽ തന്നെയാണ്. റൈറ്റ് ഹാൻഡും കൂടി ആയതുകൊണ്ട് വീട്ടുകാരുടെ സഹായത്തോടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം അമ്മ വിളിച്ചു, അതാണ് ഞാൻ പോസ് ചെയ്തത്. അപ്പം ഈ ഒരു റൈറ്റ് ഹാൻഡ് ഇല്ലാതെ ഞാൻ എങ്ങനെ എൻ്റെ 1 ഡേ വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്നതെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. താഴോട്ട് പോവാം. വ്ളോഗ് എടുക്കുന്നുണ്ട്. ആരെ വ്ളോഗ്? എൻ്റെ ഒരു ദിവസം ഞാനിങ്ങനെ കൈ വെച്ച് എങ്ങനെ നടക്കുന്നു. മരുന്നേടെ മുമ്പ് വ്ളോഗ് എടുക്കുക. വ്ളോഗ് ഞാനിങ്ങനെ റൗഡീൻ്റെ ഞാൻ ബിന്ദു പൂച്ചാലി കൊണ്ടെടുക്കുന്ന പല്ല് തേക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അമ്മ പേസ്റ്റും ബ്രഷും എടുത്ത് തരണം. എടുത്ത് തരി. പേസ്റ്റ് ആൻഡ് ബ്രഷ് എടുക്കുകയാണ്. നനച്ചരിയേ അതുകൊണ്ട് ക്യാറ്റ് ഉണ്ട് അവിടെ. അതിൻ്റെ വരുന്ന ഡോന 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 ഡൊന്നാച്ചി. ഡോണേനെ ഇന്നും രാവിലെ കൂട്ടുന്ന കൊണ്ടുവന്ന് ഇവിടെ കിട്ടിയിടും. അവനക്ക് എപ്പോഴും ആടേക്ക് ഓടണം. നമ്മളവിടെ ഭയങ്കര ഇഷ്ടമാണ്. ഡോണേനെ ഇവിടെ ആട്ടോ എന്നും കിട്ടിയിടല്. ഡോണ റിയൽ ആയിട്ടുള്ള എണ്ണയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഫിൽറ്റേഴ്സ് ഇല്ല, മേക്കപ്സ് ഇല്ല, ഒന്നുമില്ല. ഇപ്പം എൻ്റെ ഫേസ് കറണ്ട് കോലം ഇങ്ങനെയാണ്. ഹാൻഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ ഫേസിലേക്ക് കൈ കൊണ്ടുപോയിട്ട് കാലങ്ങളായി. ഒരു 2 ഡേയ്സ് മുന്നേ എൻ്റെ 2 ചേച്ചിമാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി വന്നപ്പോൾ എനിക്ക് ഫേസ് വാഷൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ തന്നെ എൻ്റെ ഫേസിന് എന്തൊരു സന്തോഷമായിരുന്നു എന്നറിയോ. അപ്പോൾ ഫേസ് എല്ലാം നോക്കാതെ ഫേസ് ഡള്ളായി. ഹെയർ ഇതാ ചേച്ചി കെട്ടിത്തന്നാണ്. എനിക്ക് കെട്ടിയത് ഇഷ്ടമായതുകൊണ്ട് ഇതുവരെ ആയിട്ട് അയച്ചിട്ടില്ല. വേറെ എവിടെയും പോകേണ്ട ആവശ്യമോ കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ, ഇവിടെ തന്നെ ഇരിക്കുകയാണ്. ഒരാഴ്ചയായിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ വീട്ടിലിരുന്നിരുന്നിരുന്നിരുന്നിരുന്ന് മൈൻഡേ കട്ടായി കിടക്കുകയാണ്. എങ്ങനെയെങ്കിലുമൊക്കെ പുറത്ത് പോകണം എന്നുള്ളൊരു മൈൻഡ് സെറ്റായി ഉണ്ട് ഇപ്പോൾ. അപ്പം ഇനി നമുക്ക് ഗുളിക കുറേ കുടിക്കാനുണ്ട്. നമുക്കത് ഗുളിക കുടിക്കാൻ പോവാം. അപ്പം ഒരു ഗുളിക കുടിക്കാനുണ്ടായിരുന്നു. ഞാൻ ഗുളികയൊക്കെ കുടിച്ച് കഴിഞ്ഞ അവിടെ ഇങ്ങനെ അമ്മേനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി കുളിക്കണം എന്നുണ്ടെങ്കിൽ അമ്മേൻ്റെ സഹായം നിർബന്ധമാണ്. പിന്നെ എൻ്റെ കഴുത്തിലൊരു മാലയൊക്കെ ഇടാനുണ്ട്. ഈ സാധനം അങ്ങനെ നമുക്ക് ഇങ്ങനെ തൂക്കിയിട്ടാൽ നീര് വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ കഴുത്തിൽ മാലയൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ മാല ഇടണം. തൂക്കിയിട്ടാൽ ഒരു വണ്ടി വന്ന് അതാട്ടോ വീഡിയോ കട്ട് ചെയ്യേണ്ടി വന്നത്. തൂക്കിയിട്ടാൽ നീര് വരും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. വെളിച്ചം പോയല്ലോ ഗൈസ്. അപ്പോൾ തൂക്കിയിട്ടാൽ നീര് വരും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തൂക്കിയിടരുത്. അപ്പം മറ്റേ ആ കൈ വെട്ടിയാലൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്യില്ല, അതുപോലെ ഒരു മാലയൊക്കെ ഇടാനുണ്ട്. ഇടണം. എൻ്റെ ഫേസൊക്കെ നല്ല രീതിക്ക് തടിച്ചിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് പറയുന്നത് ഓഫീസൊന്നുമല്ല, എൻ്റെ ജിമ്മാണ്. കാരണം ഒരു ഡേ പോലും ഞാൻ മിസ് ചെയ്യാതെ പോകുന്നൊരു സ്ഥലം ഉണ്ടെങ്കിൽ അത് ജിമ്മാണ്. ആൻഡ് ഇപ്പം എൻ്റെ ഈ കൈക്ക് ഇങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിലും എൻ്റെ വീട്ടിൽ സംബന്ധിച്ചാൽ ഞാൻ ഇപ്പോഴും ജിമ്മിൽ പോകും. കാർഡിയോയെങ്കിലും ചെയ്യാമല്ലോ, ലെഗിന് ചെയ്യാമല്ലോ, അത് വിചാരിച്ചിട്ട്. കൈക്ക് എന്തായാലും എനിക്ക് ചെയ്യാൻ പറ്റൂല. ഇനി 2 വീക്സ് കഴിഞ്ഞ് ജിമ്മിൽ പോവുകയാണെങ്കിൽ തന്നെ 1 kg ഇട്ട് തുടങ്ങാനേ കഴിയുള്ളൂ. കാരണം വെയിറ്റ് ഒരു കുറച്ച് കാലത്തേക്ക് എനിക്ക് കൈക്ക് റെസ്ട്രിക്ഷൻ തന്നിക്കാണ് വെയിറ്റ് എടുക്കരുത് എന്നുള്ള.
വെയിറ്റ് എടുക്കാൻ കഴിയത്തില്ല എന്നുള്ളത് മറ്റൊരു സത്യം. ഇവിടെ ഇപ്പം ഞാൻ അങ്ങനെ ഒരു രോഗി ആയതുകൊണ്ട് കുറേ എൻ്റെ ഫാമിലി, അമ്മേൻ്റെ ഫാമിലിയിലുള്ള കുറേ ആൾക്കാർ വിസിറ്റ് ചെയ്ത് പോയിണ്ടെന്ന് ഇനി മാമൻ കാണാൻ വരും നമ്മൾ പറഞ്ഞു. ഞാൻ സെലിബ്രേറ്റ് ചെയ്യും, എന്നെ എല്ലാവരും കാണാൻ വരുന്നുണ്ട്. ഇപ്പം എൻ്റെ ജിമ്മിലെ ഫ്രണ്ട്സ് എന്നെ കാണാൻ വന്നു, പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സാന്ദ്ര എന്നെ കാണാൻ വന്നു, പിന്നെ ഫുൾ ഫാമിലിയിൽ നിന്ന് കസിൻസ് വന്നു, അമ്മായിമാരൊക്കെ വന്നു, മേമ വന്നു, ചേച്ചി വന്നു, ഏട്ടൻ്റെ ഭാര്യ വന്നു. അങ്ങനെ കുറേ ആൾക്കാരൊക്കെ വന്നു. വരുന്ന സമയത്ത് ആ ഒരു ടൈമിലാണ് എനിക്ക് ഈ വീട്ടിലിരിക്കുന്ന സ്ട്രെസ്സ് പോയി കിട്ടുന്നത്. കാരണം വീട്ടിലെന്ന് അച്ഛനും അമ്മയും കാണില്ലേ, അപ്പോൾ പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഒരു സന്തോഷമല്ലേ വേറെ ആൾക്കാരെയൊക്കെ കാണുമ്പോൾ. അപ്പോൾ നമുക്ക് സ്ട്രെസ്സ് കുറച്ച് കുറയുന്നത്. അപ്പം എനിക്ക് ഒറ്റ കൈ വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തിട്ടെങ്കിൽ നല്ല രീതിക്ക് പെയിൻ വരുന്നുണ്ട്. നമുക്ക് ബാക്കി വീഡിയോ കുളിച്ച് വന്നിട്ട് കാണാം. ഓക്കെ, ബൈ ഗൈസ്. ഇവിടെ ചപ്പാത്തിയാണ് നമുക്ക് ഫുഡ്. ചപ്പാത്തീൻ്റെ ഒരു കോലം കണ്ടോ? ചപ്പാത്തീൻ്റെ കോലം കണ്ടു ഗൈസ്. എന്ത് കട്ടിയത്. ഞാൻ അവിടെ മൈ ഫിറ്റ്നസിൻ്റെ പീനട്ട് ബട്ടർ കൂട്ടിയാണ് കഴിക്കുന്നത്. എനിക്കിത് ഇതിൽ തേച്ച് തരി. ഈ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നിരടുത്തിയാണ് എടുത്ത് തരുന്നത്. നിരടുത്തിയാരാ? മെമ്മി. ഇവിടെ ആയതുകൊണ്ട് എൻ്റെ ഡയറ്റോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നൊന്നുമില്ല. ഒക്കെ ബ്രേക്കായി പോവാണ്. അപ്പം എങ്കിലും എന്തെങ്കിലുമൊക്കെ വിചാരിക്കുന്നു. പൊളിച്ച് വന്നിട്ട് ഇതാ ഡോണസാറിനതാ ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. അല്ലേ ഡോണ? ഞങ്ങൾ ഇന്ന് ഈവനിങ് വാക്കിനൊക്കെ പോവും കേട്ടോ. ഇപ്പൊ വെയിലായതുകൊണ്ട് പോയില്ല. ഇതാ ഡോണതാ ബാക്കിൽ തന്നെ വന്ന് മാന്താണ് കേട്ടോ. ഉണ്ടോ? ഇതിൻ്റെ ഉള്ളിലൂടെ കണ്ടോ? ഞാൻ ഇവിടെ ഇരിക്കുന്നോണ്ട് അതിനെ മാന്താണ്. അപ്പം കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഇവിടെ എത്തി ആശാന്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് മരുന്നൊക്കെ കുടിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഫുഡിൻ്റെ ടൈമായ ഫുഡ് കഴിക്കണം. വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇനിയിപ്പോൾ ഫുള്ള് ഇങ്ങനെ റീൽസും കണ്ടിരിക്കുകയായിരിക്കും. കാരണം ഈ ഒരു റൈറ്റ് ഹാൻഡ് വശയ്ക്കൊന്നും ചെയ്യാനൊന്നും കഴിയില്ല. കുറേ കണ്ണൊക്കെ എഴുതാനേ മറന്നുപോയി. അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കൽ വെച്ചിട്ട് ഒരു പൊട്ടും തൊട്ടും ഒരു ലിപ് ബാമും ഇട്ട് കണ്ണൊക്കെ എഴുതി. എനിക്ക് നല്ല രീതിക്ക് സങ്കടമുണ്ട്. കാരണം പുറത്തു പോകാൻ പറ്റുന്നില്ല. ഫ്രണ്ട് വരാൻ പറഞ്ഞു, സാന്ദ്ര എന്നെ ഫിലിമിനുണ്ടാവാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവിടെ നിന്ന് വിടുന്നില്ല. അപ്പം ഞങ്ങൾ നാളത്തേക്ക് മാറ്റി ആ ഒരു പ്ലാൻ. പിന്നെ മാമനും വരും എന്ന് പറഞ്ഞു. അപ്പോൾ മാമൻ എപ്പോഴാണ് വരിക പറയാൻ പറ്റില്ല. സിനിമ 4:15 മാമൻ മിക്കവാറും വൈകുന്നേരം ആയിരിക്കും വരിക. 7 ആവാൻ മതി സിനിമ കഴിയാൻ. 7 ആവില്ല, 6 ആവാൻ മതി എന്തായാലും സിനിമ കഴിയാൻ. 6-6:30 ആവും. അതുകൊണ്ട് നമ്മൾ പ്ലാൻ മാറ്റി പിടിച്ചു, നാളത്തേക്കാക്കി. സ്ട്രെസ് അടിച്ച് ഫിലിം കാണണ്ടല്ലോ, അങ്ങനെ ടെൻഷൻ അടിച്ച് മാമ വരുമോ, ചീത്തക്കുമോ, അമ്മേനോട് ചീത്തക്കുമോ, അങ്ങനെയൊന്നും സ്ട്രെസ് അടിച്ച് കാണണ്ടല്ലോ വിചാരിച്ച് നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ 1 മണിയാവും ഇവിടെ ഫുഡ് കഴിക്കാനൊക്കെ. അപ്പോൾ ഈ 1 മണി വരെ റീൽസും കണ്ടിരിക്കേണ്ടി വരും. അല്ലെങ്കിൽ ആമസോണും നൈക്കയിലും ഞാൻ നോക്കും എന്തെടുത്തത് വാങ്ങും, എങ്ങനെ കാശ് പൊട്ടിക്കാം. ഇതാണ് എൻ്റെ അത്രയും ദിവസത്തെ മോട്ടീവ്. ആശാൻ ഇങ്ങനെ നടന്ന് കളിക്കുകയാണ്. ആശാന് പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല. ആശാനിപ്പം ഞാനിവിടെ ഉള്ളതുകൊണ്ട് ഫുൾ ടൈം എൻ്റെ കൂടെ. അല്ലെങ്കിൽ ആശാനെ പുറത്താണ് കെട്ടിടൽ, അല്ലെങ്കിൽ കൂട്ടിലിടലാണ്. ആശാൻ ഫുൾ ജോളി ലൈഫാണ്. പിന്നെ ഈ കൈയിൻ്റെ നീരൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അത് മടക്കാൻ ആദ്യം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഇത്ര മടക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഈ വിരൽ മടക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അത് ഓരോന്നായിട്ട് നോക്കുമ്പോൾ ഞരമ്പ് എന്തോ വലിക്കുന്ന പോലെ എനിക്ക് ഫീൽ ആവുന്നുണ്ട്. ബാക്കി ഒക്കെ ഓക്കെയാണ്. ഇനിയിപ്പോൾ അടുത്തത് വെള്ളിയാഴ്ചയാണ് കാണിക്കാൻ പോകേണ്ടത്. അടുത്ത ആഴ്ച തൊട്ട് ഓഫീസിലും പോകണം. പക്ഷെ ജിമ്മിൽ പോകാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ജിമ്മ് കാണാൻ പറ്റുന്നതേ വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. ഭക്ഷണമൊക്കെ തരുന്നത്
ബപ്പു ചോറ് വിള ഈ കഴിക്കോ വയ്യാത്തോണ്ട് അച്ഛൻ ആ ചോറ് വാരിത്തരും. അമ്മ ഒരു മരിച്ച വീടുണ്ട്, അവിടെ പോയതാണ്. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാം. ചേട്ടനാ നമുക്ക് വരിത്തര. അച്ചേട്ടൻ ഇതില് ആവാതക്കാന കെട്ടില് മീന് ആ എൻ്റെ കൂടെ തരാം. ഹലോ ഗായ്സ്, അപ്പം നമ്മളിതാ സാന്ദ്ര വന്നിട്ടുണ്ട്. കെട്ടിക്കാൻ പോകാറിട്ടോ. സാന്ദ്ര വന്നിട്ടുണ്ട്. അമ്മയ്ക്ക് നല്ല ദേഷ്യം, നിങ്ങൾ പുറത്തു പോണത് ഇഷ്ടായില്ല. ഒരാഴ്ചയായിട്ട് ഇവിടെ ഇരിക്കുക. അമ്മ ഓളല്ലേ ഓടിക്കുന്നത്, ഞാനല്ലല്ലോ. അപ്പൊ നമുക്ക് പോകാം. ഓഫ് കോഴ്സ് മദർ, അതിൻ്റെതാ. അപ്പൊ നമുക്ക് അവിടെ അമ്മാവന്ന് വരൂല, ഫോണിൽ കൂടെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് അവിടെ തിരികാം. സാന്ദ്ര പോവുക ഗൈസ്. ഞങ്ങളുടെ മുഖം രസമില്ല, അതുകൊണ്ട് ഞങ്ങൾ മുഖം കാണിക്കില്ല. അപ്പം ഇന്നത്തെ ഒരു റൈറ്റ് ഹാൻഡ് ഇല്ലാത്ത ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ പുറത്ത് പോയി വീട്ടിൽ വന്നിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. അവളെ ബസ് കയറ്റിക്കൊടുത്ത്, പിന്നെ പുറത്തുനിന്ന് ഓൾറെഡി ഫുഡ് കഴിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് കഴിച്ചില്ല. താഴെ ഇരുന്ന് ഫോണിൽ റീൽസ് കണ്ട് ഇരുന്ന്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പം കിടക്കാൻ വേണ്ടി വന്ന്. ഈ കൈ ഇത്രയും കാലം പൊങ്ങൂലായിരുന്നു, ഒന്ന് പൊങ്ങാൻ തുടങ്ങിയത്. ആ നീരൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഈ കൈ. അഞ്ചര ഉണ്ടോ ഈ കൈ, ഞരമ്പൊക്കെ കാണും. ഈ കയ്യിൽ നല്ല തടിയുണ്ട്, മറ്റേ കൈ അപേക്ഷിച്ച് നീരാണ്. അപ്പോൾ ഈ കൈ ഒന്നൊന്ന് എനിക്കിപ്പോൾ അത് ആദ്യം എനിക്കിത് അത്ര വലിയ മടങ്ങുള്ളായിരുന്നു, അപ്പോൾ അത്രയൊക്കെ മടങ്ങുന്നുണ്ട്. അപ്പോൾ കൈ ഒന്ന് അനക്കാനായി എന്ന് കണ്ടപ്പോൾ ഞാൻ എൻ്റെ സ്കിൻ കെയർ നൈറ്റ് കെയർ റൂട്ടീനിലേക്ക് കടന്നിട്ടുണ്ട്. ഞാനൊരു ലിപ് മാസ്കും ഇട്ട്, പിന്നെ അണ്ടർ ഐ ജെല്ലും ഇട്ട്. കാരണം ഞാനിപ്പോൾ ഉച്ചയ്ക്ക് ഉറങ്ങുന്നതുകൊണ്ട് നൈറ്റ് എനിക്ക് കുറേ കഴിഞ്ഞിട്ടൊക്കെ ഉറക്കം കിട്ടുന്നത്. അപ്പോൾ കണ്ണിൻ്റെ അടി അപ്പം ഒന്നും അസുഖം മാറി എണീക്കുമ്പോഴത്തേക്ക് ദിഗംബരനാവണ്ട വിചാരിച്ചിട്ട് ഞാൻ പ്രിക്കോഷൻ എടുത്തതാണ്. അണ്ടർ ഐ ജെല്ലും ഇട്ടിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് മസ്റ്റ്. അപ്പം മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും മലയാളി കുട്ടി സൈനിങ് ഓഫ്. ടാറ്റാ.